കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF തുടർഭരണം എന്ന് പറഞ്ഞപ്പോൾ പലരും നെറ്റിച്ചൊളിച്ചു. ഇടവിട്ട് മുന്നണികളെ സ്വീകരിക്കുന്ന നില കേരളത്തിൽ മാറുമോ എന്ന ചിന്തയായിരുന്നു എല്ലാവർക്കും. എന്നാൽ ഫലം വന്നപ്പോൾ കേരളം ഞെട്ടി. കൂടുതൽ വോട്ടും സീറ്റും നേടിയാണ് LDF അധികാരത്തിൽ വന്നത്. പിണറായി വിജയൻ രണ്ടാം വട്ടവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പതുക്കെ നീങ്ങുകയാണ്. ഇപ്പോൾ തന്നെ LDF ഒരു പ്രചരണം ശക്തമായി നടത്തുന്നുണ്ട്. മൂന്നാം വട്ടവും LDF, മൂന്നാം വട്ടവും പിണറായി. CPM-ന്റെ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളോടുകൂടിയാണ് ഈ വാദം കൂടുതൽ ശക്തമായത്. കേരളത്തിന്റെ വികസനം ചൂണ്ടിക്കാട്ടിയാണ് LDF വീണ്ടും തങ്ങൾ അധികാരത്തിൽ വരും എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. 2021 നെറ്റിച്ചുളിച്ച പലരും ഇന്ന് ഇത് കേൾക്കുമ്പോൾ സംഭവിച്ചു കൂടായികയില്ല എന്ന് തന്നെ പറയുന്നുമുണ്ട്. രാഷ്ട്രീയ എതിരാളികളും അല്പം ഒന്ന് പകച്ചു നിൽക്കുന്നുണ്ട്. വികസനം തന്നെയാണ് LDF-ന്റെ പ്രധാന അജണ്ട. കേരളത്തിൽ സമൂലമായ മാറ്റം വരുത്താൻ 9 വർഷം കൊണ്ട് LDF സർക്കാരിന് കഴിഞ്ഞു എന്നതാണ് അവരുടെ ആത്മവിശ്വാസത്തിന്റെ കരുത്ത്. UDF-നെ ഭയപ്പെടുത്തുന്നതും മറ്റൊന്നുമല്ല. ഭരണവിരുദ്ധ വികാരത്തിലാണ് UDF-ന്റെ പ്രതീക്ഷ. പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ LDF നേതാക്കൾ, CPM നേതാക്കൾ അതിനെ പ്രതിരോധിക്കുന്നുമുണ്ട്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഈ ആഴ്ച പരിശോധിക്കുന്നത് LDF വീണ്ടും അധികാരത്തിൽ വരും എന്ന CPM-ന്റെയും LDF നേതാക്കളുടെയും ആ പ്രചരണത്തിന് എത്രത്തോളം കരുത്തുണ്ട് എന്ന കാര്യമാണ്. നമ്മളോടൊപ്പം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ MLA M പ്രകാശൻ മാസ്റ്ററാണ് അതിഥിയായി ചേരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രകാശൻ മാസ്റ്റർ. നമസ്കാരം. ഇപ്പോൾ CPM-ന്റെ ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങളോടുകൂടി വലിയ രീതിയിലുള്ള ചർച്ച വീണ്ടും മൂന്നാം വട്ടവും LDF എന്നുള്ളതായിരുന്നു. പക്ഷേ അതിന് തൊട്ട് പിന്നാലെ തന്നെ ആ പ്രചരണം ശക്തമാകുമ്പോൾ തന്നെ വലിയ തോതിലുള്ള വിവാദങ്ങളും വരികയാണ്. ഒരു ഗൂഢാലോചന മണക്കുന്നുണ്ടോ അതിൽ? കേരളത്തിൽ ഈ 2021 തെരഞ്ഞെടുപ്പിൽ എതിരാളികൾക്ക് തികച്ചും അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു LDF ഗവൺമെൻറ്റിൻ്റെ രണ്ടാം ഊഴം. അതിനുശേഷം കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വലതുപക്ഷത്തിൻ്റെ ഐക്യപ്പെടലാണ്. ഇപ്പോൾ BJP-യും UDF-ഉം രണ്ട് മുന്നണിയും പാർട്ടിയും ഒക്കെ ആണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ എതിർക്കുന്ന കാര്യത്തിലും ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള കള്ളപ്രചാരവേലകൾ സംഘടിപ്പിക്കുന്ന കാര്യത്തിലും അവർ ഒരേ പാർട്ടിയെ പോലെയാണ്. എന്നു മാത്രമല്ല, നേരത്തെയുള്ള ഒരു നിലയിൽ നിന്ന് വ്യത്യസ്തമായി രാജ്യത്തിൻ്റെ ഭാവി എന്തോ ആവട്ടെ, തങ്ങൾക്ക് അധികാര കസേരയാണ് പ്രധാനം എന്നൊരു നിലപാടിലേക്ക് ഐക്യജനാധിപത്യ മുന്നണി എത്തിയതായി കാണാൻ വേണ്ടി കഴിയും. ഇപ്പം നാളിതുവരെ ഒരിക്കലും ജമാഅത്ത് ഇസ്ലാമിയെ തങ്ങളുടെ ഒരു ഘടകകക്ഷിയായി കൂടെ ചേർത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് UDF വന്നിട്ടേയില്ല. ഇപ്പോഴും നമുക്കെല്ലാം അറിയാവുന്ന പോലെ UDF എല്ലാ നിലയിലുള്ള വർഗീയ പ്രസ്ഥാനങ്ങളുടെ ഒരു ചേരുവയാണ്. അവരെ സ്വീകരിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്ക് വേണ്ടി വാദിക്കുന്നു. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ അവർ ഈ തീവ്ര മുസ്ലിം നിലപാടുകൾ സ്വീകരിക്കുന്നില്ല എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആരാ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ നിർലജ്ജമായ നിലക്ക് എല്ലാ നിലയിലുമുള്ള തങ്ങളുടെ മുൻകാല നിലപാടുകൾ പോലും ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങനെയും LDF-നെയും CPM-നെയും പരാജയപ്പെടുത്തുക എന്ന നിലയിലേക്ക് അവർ വന്നിരിക്കുന്നു. സകല രാഷ്ട്രീയ മര്യാദകളും അവർ ലംഘിക്കുകയാണ്. അവർക്ക് ഭയമുണ്ട് എന്നുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചാവട്ടെ, ഞങ്ങൾ ജനങ്ങൾക്കടിയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അവരുടെ പൾസ് നല്ലതുപോലെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിൽ ഈ കഴിഞ്ഞ 9 കൊല്ലക്കാലമായി നേരത്തെ 57 EMS-ൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലം തൊട്ട് ആരംഭിച്ചിട്ടുള്ള ഈ ഗവൺമെൻറ് കഴിഞ്ഞ 9 കൊല്ലക്കാലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള കേരള വികസനത്തിൻ്റെ നവീനമായ ഒരു ഉള്ളടക്കം അത് വളരെ നല്ല നിലയിൽ തന്നെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അത് വികസനത്തിൻ്റെ മേഖലയിലുണ്ട്, അതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ ആനുകൂല്യങ്ങളും ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുണ്ട്, കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ട്, കേരളം നേരിടുന്ന തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഞങ്ങളത് ശ്രദ്ധിക്കുന്നുണ്ട്. ആ നിലപാടുകൾ ജനങ്ങൾ കൂടുതൽ സ്വീകരിക്കുന്നുവെന്നാണ് ഞങ്ങൾക്ക് ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം. ഇത്
എതിരാളികളെ നല്ലതുപോലെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതെല്ലാം കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ വിവാദങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. തൊട്ടതിനൊക്കെ വിവാദം എന്നുള്ള രീതിയിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതും വലിയ ഒരു സിസ്റ്റത്തിന്റെ തകരാറായി വ്യാഖ്യാനിക്കുകയാണ്. ഇതൊക്കെ ഒരു ഭയപ്പാടിൽ നിന്നുണ്ടാകുന്നത് തന്നെയാണോ? തീർച്ചയായിട്ടും. ഇവിടെ LDFിൻ്റെ ഗവൺമെൻറ് ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റമുണ്ടാക്കിയ രണ്ട് മേഖലകൾ, ഒന്ന് ആരോഗ്യ മേഖലയും മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയാണ്. ആരോഗ്യരംഗത്ത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നില നമുക്കറിയാം. അവിടെ ആശുപത്രികളിൽ പോകാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം അവിടെ ഡോക്ടറില്ല, മരുന്നില്ല, ചികിത്സയില്ല. എന്നാൽ കേരളത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങൾ അന്നുള്ളതിൻ്റെ 10 ഇരട്ടി മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ PSCകളെല്ലാം തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. താലൂക്ക് ആശുപത്രികൾ മുതൽ മേലോട്ടെല്ലാം തന്നെ സ്പെഷ്യാലിറ്റി ചികിത്സ വന്നു. അവിടങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അവസാന കാലത്ത് കേരളത്തിൽ ആകെ സൗജന്യ ചികിത്സ നേടിയ ആളുകളുടെ എണ്ണം 50,000-ൽ താഴെയാണ്. എന്നാൽ ഈ വർഷം, ഈ കഴിഞ്ഞ 2024-25 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സൗജന്യ ചികിത്സ നേടിയ സംസ്ഥാനം, ഒന്നാമത്തെ സ്റ്റേറ്റായിട്ട് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു. എത്രയാണ് എണ്ണം? 6.5 ലക്ഷം. നേരത്തെ 1.5 ലക്ഷത്തിൽ താഴെ ഉണ്ടായത് 6.5 ലക്ഷം ആളുകൾ ആശ്രയിക്കുന്ന ഒരു മേഖലയായിട്ട് ഈ മേഖല മാറിയിരിക്കുന്നു. ഇപ്പോൾ ഒരു പ്രോബില്ലാത്തതിൻ്റെ മേലെ ഒരു ഓപ്പറേഷൻ മാറ്റിവെച്ചതാണല്ലോ 10 ദിവസക്കാലം മാധ്യമങ്ങൾ ആഘോഷിച്ചിട്ടുള്ള ആരോഗ്യരംഗത്തെ പ്രശ്നം. അത് വെച്ചുകൊണ്ടാണല്ലോ പറഞ്ഞത് ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ. എന്നാൽ അതേ ആശുപത്രിയിൽ ഈ കഴിഞ്ഞ കൊല്ലം 2800 ആ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം 2800-ലേറെ ഓപ്പറേഷൻ നടന്നിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ആ സ്ഥാപനത്തിൽ ഒരു കൊല്ലത്തിൽ 20 വീതം വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു. എന്ന് മാത്രമല്ല 67 ലക്ഷത്തിൻ്റെ ഉപകരണങ്ങൾ ഈ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ഒരൊറ്റ കൊല്ലം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേരള ഗവൺമെൻറ്. എന്നിട്ടാണ് ഒരു പ്രോബിൻ്റെ മേലെ അതിന് കിട്ടാത്തതുകൊണ്ട് ഓപ്പറേഷൻ മാറ്റിവെക്കേണ്ടി വന്നു എന്നുള്ളത് വലിയ ചർച്ചയാക്കിയിട്ട് അവരെടുത്തത്. യഥാർത്ഥത്തിൽ അതിൽ മാധ്യമങ്ങളുടെ കൂടി ഒരു പിൻബലമുണ്ട്. നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ചെറിയ തെറ്റുകൾ, സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കുന്നവർക്ക് തെറ്റുകൾ, ചില പോരായ്മകളുണ്ടാവാം. ആ പോരായ്മകൾ പർവ്വതീകരിച്ച് കാണിച്ച് അത് ആണ് ആ മേഖലയാകെ എന്നുള്ളതിലേക്ക് ജനറലൈസ് ചെയ്ത് ആക്രമിക്കുകയാണ്. ഇപ്പോൾ ആശുപത്രിയുടെ ഒരു മതിലിടിഞ്ഞു വീണ് ഒരു സ്ത്രീ മരിച്ചു, നിർഭാഗ്യരാണ്. അത് വലിയ ചർച്ചയായി. അതിലിപ്പോൾ ഗവൺമെൻറ് എന്താണ് അതിന് ഉത്തരവാദിത്തമുള്ളത്? അബാൻഡൻ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കെട്ടിടം വീണിട്ടാണ്. എന്നാൽ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണല്ലോ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു ആംബുലൻസ് തടഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരൻ വെച്ച് ആദിവാസിയാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഒരൊറ്റ മീഡിയ ചർച്ച ചെയ്തോ? മറ്റേ വിഷയത്തിൻ്റെ ചർച്ചയിൽ ഒരു 6 ദിവസം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 10 ദിവസക്കാരുടെ ചർച്ച ഇത് ഈ പറയുന്ന കെട്ടിടം വീണ്ടതിന് മേലെ. എന്നാൽ ഒരു ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസ്സുകാരൻ ആംബുലൻസ് തടഞ്ഞ് കൊല്ലപ്പെട്ടിട്ട് എന്ന് വേണം പറയാൻ. ഒരു മാധ്യമവും ചർച്ച ചെയ്തില്ല. അപ്പോൾ LDF ആകെ തെറ്റാണെന്ന് സ്ഥാപിക്കാൻ, നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും തമസ്കരിക്കാൻ പറ്റാത്തൊരു മനോഭാവം ഉണ്ടാക്കാൻ, ഇവിടെ ശരി UDF ആണെന്ന് സ്ഥാപിക്കാനുള്ള ഒരു സംഘടിതമായ നീക്കം നടക്കുന്നു. നിർഭാഗ്യവശാൽ കേരളത്തിലെ ചില മാധ്യമങ്ങളും അതിൽ കൂട്ടുനിൽക്കുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ ഞങ്ങൾക്ക് ഖേദമുണ്ട്. ഈ മാധ്യമങ്ങൾ എപ്പോഴും പ്രതിപക്ഷത്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കാൻ നമുക്ക് പറ്റുമോ? മാധ്യമങ്ങളുടെ യഥാർത്ഥമായ ഉത്തരവാദിത്വം ഭരണകക്ഷിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കൽ തന്നെയാണ്. അത് ഗവൺമെൻറ്റിനെ നല്ല ശരിയായ വഴിക്ക് നയിക്കാൻ അവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അതാണല്ലോ 4th എസ്റ്റേറ്റ് എന്നതിനെ പറയുന്നത്. പക്ഷേ ഇവിടെ ആശുപത്രി മേഖലക്കകത്തിപ്പോൾ ഇന്ത്യ രാജ്യത്ത് സുസ്ഥിര വികസന മേഖലയിൽ പരിശോധിക്കുമ്പോൾ 1ാം സ്ഥാനം കിട്ടിയത് കേരളമാണ്. ഈ കഴിഞ്ഞ ഒറ്റ കൊല്ലം മാത്രം 21 കാര്യങ്ങളിൽ 1ാം സ്ഥാനത്ത് കേരളമാണ് എന്ന് നിതി ആയോഗ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നിതി ആയോഗ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ചെയർമാനായ സ്ഥാപനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു തവണയെങ്കിലും ഒറ്റ തവണ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഏതെങ്കിലും ഒന്ന് കേരളത്തിന് ഇങ്ങനെ ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം ചർച്ച ചെയ്തോ? ഇപ്പോൾ ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം നമ്മുടെ ഇവർ പറഞ്ഞു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞു, ഏറ്റവും കൂടുതൽ റവന്യൂ വരുമാന വളർച്ചയുണ്ടാക്കിയിട്ടുള്ള 24-25 1ാമത്തെ സ്റ്റേറ്റ് കേരളമാണ്. 24% വർധന. നമ്മുടെ മാധ്യമങ്ങൾക്കാർക്കെങ്കിലും ചർച്ചാ വിഷയമായോ വാർത്ത പോലും വന്നോ? കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ PSC നിയമിച്ചത് കേരളമാണ്. ആകെ ഇന്ത്യയിലെ നിയമനങ്ങളിൽ 60% കേരളത്തിലാണ്. ഏതെങ്കിലും ഒരു മാധ്യമം ഒരു നിമിഷമെങ്കിലും ചർച്ച ചെയ്തോ ആ വിഷയം? അപ്പോൾ അവർക്ക് ക്ഷീരമുള്ളോരകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞ പോലെ അവർ ചോരക്ക് വേണ്ടി ദാഹിക്കുകയാണ്. അതുമാത്രമേ അവർ ചർച്ച ചെയ്യുന്നുള്ളൂ. അവർ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ, കാരണം മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും പോരടിച്ച പാർട്ടിയല്ലേ CPIM. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ ദോഷൈക ദൃക്കുകൾ മാത്രമായി ചെറിയ തെറ്റുകളെ പർവ്വതീകരിച്ച് അസത്യങ്ങളും അർദ്ധസത്യങ്ങളും ഉപയോഗിച്ച് ഞങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അത് യഥാർത്ഥത്തിൽ മാധ്യമധർമ്മമല്ല. നിർഭാഗ്യവശാൽ
ചില മാധ്യമങ്ങൾ അതാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്കെന്ന് പറയേണ്ടി വരുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. എന്തായാലും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അത് നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട്. LDFന്റെ ആത്മവിശ്വാസവും അതുതന്നെയാണ്. അടിസ്ഥാന വികസനത്തിൽ കേരളം വലിയ തോതിൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുന്നോട്ട് പോയി. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും സമാനമായ മാറ്റങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആ ആത്മവിശ്വാസത്തെ ഏതെങ്കിലും വിവാദം കൊണ്ട് മറക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ് LDFന്റെ വിശ്വാസം. അതുതന്നെയാണ് M പ്രകാശൻ മാസ്റ്റർ നമ്മളോട് പറയുന്നത്. നമ്മൾ ഈ വിവാദങ്ങളും ഇങ്ങനെയൊക്കെ പോകുമ്പോഴും വിവാദങ്ങളുടെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും പറയുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ഇനി അടുത്ത ഏതാണ്ട് 6 മാസത്തിനകം തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകും. അതിനു മുമ്പ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും വരും. ഈ 2 തെരഞ്ഞെടുപ്പുകളും വലിയ ആത്മവിശ്വാസത്തോടെ നേരിടാൻ LDFനെ CPMനെ പ്രാപ്തമാക്കുന്നത് ഈ വികസന നേട്ടങ്ങൾ തന്നെയാണോ? പാർട്ടിയുടെ അടിത്തറ ശക്തമായി തന്നെ ഉണ്ടോ? വികസന മേഖലയിൽ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വികസന കാര്യത്തിൽ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നമുക്ക് പോകാനാവുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ ഈ കഴിഞ്ഞ 9 കൊല്ലക്കാലം എടുത്ത് പരിശോധിച്ചാൽ അടിസ്ഥാന സൗകര്യ മേഖലക്കകത്ത് ഇതുപോലെ വികസനമുണ്ടായൊരു കാലം കേരള പിറവിക്ക് ശേഷം ഉണ്ടായിട്ടില്ല. 3.5 പതിറ്റാണ്ടായി NH വികസനം കേരളത്തിൽ സ്തംഭിച്ച് കിടക്കുകയാണ്. ആ NH വികസനം ഈ വർഷം അവസാനത്തോടെ പൂർത്തീകരിക്കപ്പെടാൻ പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സ്ഥലമെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ടതാണ് NHൻ്റെ വികസനം. അതാണ് പൂർത്തീകരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഗെയിൽ പൈപ്പ് ലൈൻ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി കൊടുത്ത അവസാനത്തെ മറുപടി സ്ഥലം ഏറ്റെടുക്കുന്നതിന് സാധ്യമാവുന്നില്ല, അതുകൊണ്ട് മുന്നോട്ട് പോകില്ല എന്നാണ്. എന്നാൽ LDFൻ്റെ ഗവൺമെൻറ് വന്നു, സ്ഥലം ഏറ്റെടുത്തു, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി പൂർത്തീകരിച്ചു. അത് പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കെല്ലാം എത്തി. ഇപ്പോൾ വീടുകളിലേക്ക് പാചക ഗ്യാസ് എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇന്ത്യ രാജ്യത്ത് നിരത്തുകളിൽ ഏറ്റവും ഏറെ ജീവൻ ഹോമിക്കപ്പെടുന്ന ഒരു നാട് കേരളമാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി LDF ഗവൺമെൻറ് കൊണ്ടുവന്ന ഒന്നാണ് NHൽ ആകെ തന്നെ AI ക്യാമറകൾ. എത്ര അന്യായമായ നിലക്കാണ് അതിനെ കോൺഗ്രസ് നേരിട്ടത് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അവിടെ NH ക്യാമറക്ക് മുമ്പിൽ സമരം, അഴിമതി ആരോപണങ്ങൾ, ഒരു പൈസ പോലും അതിനുവേണ്ടി കേരള ഗവൺമെൻറ് ചെലവഴിച്ചിട്ടില്ല ഇതുവരെ. കലക്ടറോട് ഏൽപ്പിച്ച് അത് നടത്തുകയാണ്. ഇന്നിപ്പോൾ അത് വന്നതുകൊണ്ട് മാത്രം കേരളത്തിലെ റോഡ് അപകടങ്ങളുടെ എണ്ണം പകുതിയിൽ താഴെയായിരിക്കുന്നു. അതിനെ അധിക്ഷേപിക്കാനും അപലപിക്കാനുമല്ലേ UDF മുന്നോട്ടേക്ക് വന്നത്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ആശുപത്രികളുടെ വികസനം. ആശുപത്രികളുടെ വികസനത്തിൽ എത്ര ശ്രദ്ധേയമായിട്ട് വികസനമാണ് മെഡിക്കൽ കോളേജുകളിൽ, താലൂക്ക് ആശുപത്രികളിൽ ഉണ്ടായിട്ടുള്ളത്. സ്കൂളുകളിൽ വെറുതെയല്ല, ഏതാണ്ട് 10 ലക്ഷത്തോളം കുട്ടികൾ നേരത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾ ആശ്രയിച്ചു വന്ന കുട്ടികൾ അവർ പൊതുവിദ്യാലയങ്ങൾക്ക് വന്നിരിക്കുന്നത് വെറുതെയല്ല. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിൻ്റെ അടിസ്ഥാന വികസനത്തിൽ, അതുപോലെ അതിൻ്റെ കരിക്കുലത്തിൽ, അതിൻ്റെ മൂല്യനിർണ്ണയത്തിൽ, അതിൻ്റെ പഠന നിലവാരത്തിൽ എല്ലാം ഒരുപാട് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ സുസ്ഥിര വികസനത്തിൽ 1ാം സ്ഥാനത്ത് കേരളമാണെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. ഇനി നമ്മൾ വൈദ്യുതി, വലിയ പ്രയാസം നേരിട്ട ഒരു മേഖലയാണല്ലോ വൈദ്യുതി. ഇന്ന് കേരളത്തിൽ എവിടെ ഒരു സ്ഥാപനം ആരംഭിച്ചാലും 400 കിലോവാട്ട് വൈദ്യുതി കൊടുക്കാൻ പാകത്തിലുള്ള സംവിധാനം ഇന്ന് കേരളത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എവിടെ വന്നാലും അവിടെ ഗ്യാസ് എത്തിക്കാൻ വേണ്ടി പറ്റാവുന്ന സംവിധാനം എറണാകുളത്ത്, കൊച്ചിയിൽ ഇപ്പോൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ടെർമിനൽ. അതുപോലെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇപ്പോൾ നമ്മുടെ ജില്ലയ്ക്ക് അനുഭവമുള്ളതാണല്ലോ നമ്മുടെ വിമാനത്താവള വികസനം. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആരംഭിച്ച വർക്കല്ല വിഴിഞ്ഞം, അതവർ അദാനിക്ക് കൊടുത്തു എന്നുള്ളത് ശരി. അത് ആരംഭിച്ചതും പൂർത്തീകരിച്ചതും ഈ ഗവൺമെൻറ്റാണ്. ഇപ്പോൾ വിഴിഞ്ഞം യഥാർത്ഥത്തിൽ കേരളത്തിന് മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായിട്ട് ആ മേഖലക്കകത്തുള്ള ഒരു വലിയ വാതായനമായിട്ട് കേരളം മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇന്നിപ്പോൾ മലയോര ഹൈവേ എത്ര കാലമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്, ഈ ഗവൺമെൻറ് വന്നിട്ട് 2 റീച്ച് പൂർത്തീകരിച്ചു, 3ാമത്തെ റീച്ച് ആരംഭിക്കുകയാണ്. ജലപാത എത്ര കാലമായി കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്, 2 റീച്ച് പൂർത്തീകരിച്ചാൽ ജലപാത പൂർത്തിയാവും. എത്ര കാലമായി തീരദേശ പാതയെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുന്നു, അതിൻ്റെ എസ്റ്റിമേറ്റ് എല്ലാം പൂർത്തീകരിച്ച് ആ വർക്ക് ടെൻഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ കേരളയിൽ ഈ പറയുന്ന UDFകാർ ഈ രൂപത്തിൽ തടഞ്ഞിരുന്നില്ലെങ്കിൽ കേരളയിൽ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ ആരംഭിക്കുമായിരുന്നു എന്നുള്ള കാര്യം ആർക്കറിയാതിരിക്കുന്നത്. ഇപ്പോൾ സ്പീഡ് റെയിൽവേയെ സംബന്ധിച്ച് സംസാരിക്കുകയാണ്. ഇപ്പോൾ വന്ദേ ഭാരതിനെ കുറിച്ച് വാർത്ത വന്നല്ലോ. വന്ദേ ഭാരതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന റെയിൽ എന്ന് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതിൻ്റെ വേഗതയാണ് പ്രശ്നം. കാരണം ആളുകൾക്ക് സമയമില്ല, വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തണം. അതിനുവേണ്ടി കൊണ്ടുവന്ന ഒന്നല്ലേ കേരള പദ്ധതി. എത്ര ഹീനമായ നിലക്കാണ് ആ പദ്ധതിയെ
ഈ UDF-ൻ്റെ ആളുകൾ, അതുപോലെ BJP-ക്കാർ, ജമാഅത്ത് ഇസ്ലാമിക്കാർ എല്ലാം ചേർന്ന് അട്ടിമറിക്കാൻ മുന്നോട്ടേക്ക് വന്നത്. അപ്പോൾ അടിസ്ഥാന കേരള വികസനത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞൊരു കാലമാണ് ഈ കാലം എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇത് മാത്രമല്ല, ഞങ്ങളുടെ ഗവൺമെൻറ് സാധാരണക്കാരോട് പക്ഷപാതിത്വമുള്ള ഗവൺമെൻറ്റാണ്. പ്രഖ്യാപിക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. ഞങ്ങളുടെ ഗവൺമെൻറ് തൊഴിലാളികളുടെ, സാധാരണക്കാരൻ്റെ, പണിയെടുക്കുന്നവരെ, പാവപ്പെട്ടവരുടെ ഗവൺമെൻറ്റാണ്. അവന് വേണ്ടി കാര്യങ്ങൾ പ്രിയോറിറ്റിയോടെ ചെയ്യുക, ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് നേരത്തെ 32 ലക്ഷം പേർക്ക് മാത്രമുണ്ടായിരുന്ന കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ അത് 62 ലക്ഷമായിട്ട് വർദ്ധിപ്പിച്ചു. 30 ലക്ഷം പേർക്ക് അധികം കൊടുത്തു. 600 ആയിട്ടായിരുന്നത് അത് 1600, 1000 രൂപ വർദ്ധിപ്പിച്ചു. എന്ന് മാത്രമല്ല, നേരത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ഉണ്ടായിരുന്ന 18 മാസത്തെ കുടിശ്ശിക പൂർണ്ണമായിട്ട് നിങ്ങൾ കൊടുത്തു തീർത്തു. 7 കൊല്ലക്കാലം അത് കൃത്യമായ നിലകൾ കൊടുത്തു. അത് കൊടുക്കാതിരിക്കാനുള്ള ഗൂഢാലോചന ആരാ പങ്കാളി? ഈ പറയുന്ന കോൺഗ്രസും BJP-യും അല്ലേ? അവർ തീരുമാനിച്ചിട്ടല്ലേ ഈ രംഗത്ത് വരുന്ന പണത്തിൻ്റെ സ്രോതസ്സ് മുറിച്ചു കളയാൻ അവർ തീരുമാനിച്ചത്. ഇപ്പോൾ എങ്ങനെയാണ് ആ രംഗത്ത് പണം കേരള ഗവൺമെൻറ് കണ്ടെത്തുന്നത്? അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. പെൻഷൻ ബോർഡ് ഗവൺമെൻറ് ഗ്യാരണ്ടിയിൽ കടമെടുക്കും, എന്നിട്ട് പെൻഷൻ കൊടുക്കും. ഇതായിരുന്നല്ലോ നില. ഇപ്പോഴിതാ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിന് ബാധകമല്ലാത്ത രൂപത്തിൽ കേരളത്തിൻ്റെ ഓഫ് ബജറ്ററി ലോണാണ് എന്ന്. ഗവൺമെൻറ് ഗ്യാരണ്ടിയിൽ എടുക്കുന്ന എല്ലാ ലോണുകളും ഓഫ് ബജറ്ററി ലോണാണ്. അതിപ്പോൾ നമ്മുടെ ബജറ്ററി ലോണിൽ പെടുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ കിഫ്ബിക്ക് വേണ്ടി പണം വാങ്ങിയാൽ, അതുപോലെ പെൻഷൻ ബോർഡിന് വേണ്ടി പണം വാങ്ങിയാൽ അതെല്ലാം നമ്മുടെ കടത്തിൻ്റെ പരിധിയിൽ പെടുത്തും. എന്ന് മാത്രമല്ല, കടമെടുക്കാനുള്ള നമ്മുടെ സാധ്യതയെ വെട്ടിച്ചുരുക്കുകയാണ്. അപ്പോൾ ശത്രുതാപരമായി കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്യാൻ ഈ ഗവൺമെൻറ്റിന് സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിലക്ക് നമ്മുടെ ധനസ്രോതസ്സിൻ്റെ അടിവേരെറുക്കുന്നു. യഥാർത്ഥത്തിൽ BJP-യുടെ ഗവൺമെൻറ് അതിന് സമ്പൂർണ്ണ സഹായം നൽകുന്നത് മറ്റാരുമല്ല, കേരളത്തിലെ UDF ആണ്. ഇതെല്ലാം കൃത്യമായ നിലക്ക് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നുണ്ട്, അവർക്കത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ഭരണത്തിലേക്ക് അടുപ്പിക്കാൻ സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുന്ന ആർക്കും തന്നെ സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിത്തറ അതാണ്. ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ കൃഷി വകുപ്പിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട രേഖ പുറത്തേക്ക് വരുന്നു, മാധ്യമങ്ങളിൽ വരുന്നു. ഈ ലോകബാങ്കുമായി ബന്ധപ്പെട്ട രേഖ മാധ്യമങ്ങളിലേക്ക് ചോർന്നു കിട്ടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഭരണ സംവിധാനത്തെ, ഇങ്ങനെയുള്ളൊരു സംവിധാനം നമുക്ക് ദോഷം ചെയ്യുന്നു എന്ന് ഉദ്യോഗസ്ഥരിൽ ചിലരെങ്കിലും സംശയിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ വിവാദങ്ങൾ ഉണ്ടാക്കാൻ അവർ ഇങ്ങനെ ഓരോന്നും കൊടുക്കുകയാണോ? അവർ ഭയക്കുന്നുണ്ട് വീണ്ടും ഒരു തുടർ ഭരണം, അവരുടെ ആ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നുള്ള ഒരു ബോധത്തിന്റെ മുകളിൽ അങ്ങനെയൊന്നും ഇത് ആ രംഗത്തും അന്യായമായ കാര്യങ്ങളല്ല നടക്കേണ്ടത് എന്ന നിലപാടാണ് LDF-നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഏറ്റവും ഏറെ അഴിമതി കൊടികുത്തിയുമാണൊരു മേഖല ജീവനക്കാരുടെ പ്രൊമോഷനും ട്രാൻസ്ഫറുമാണ്. ഈ ഗവൺമെൻറ് വന്നിട്ട് ആ രംഗത്ത് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോംസിന് മാനദണ്ഡമുണ്ടാക്കി. അതുപോലെ മിക്കവാറും ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അത് ഓൺലൈനാക്കി. അപേക്ഷ കൊടുക്കുന്നതും അംഗീകരിക്കുന്നതുമെല്ലാം ഓൺലൈനായി. ആദ്യം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് അതിൻ്റെ ഒരു കരട് ലിസ്റ്റ് ജീവനക്കാർക്കെല്ലാം കാണാൻ രൂപത്തിൽ പ്രസിദ്ധീകരിക്കും. അവർക്ക് പരാതികളുണ്ടെങ്കിൽ കൊടുക്കാം. ആ പരാതി, ആ ഗ്രീവൻസ് ന്യായമാണോ എന്ന് പരിശോധിച്ച് അതിന് മേലെ കൂടി തീരുമാനമെടുത്താണ് അന്തിമമായിട്ടുള്ള കാര്യം ഉണ്ടാവുക. 2, അഴിമതി വിമുക്തമാക്കുക ഭരണ സംവിധാനം എന്നുള്ളത് ഞങ്ങൾ പ്രഖ്യാപിച്ചൊരു കാര്യമാണ്. ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി കഴിയും, ഇക്കാലത്ത് ഭരണരംഗത്ത് നിന്ന് അഴിമതി ഇല്ലാതാക്കാൻ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 9 കൊല്ലക്കാലമായിട്ട് വ്യക്തമായ നിലക്ക് ഒരു അഴിമതി ആരോപണം ഉന്നയിച്ച് അത് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമവും UDF-നെ സംബന്ധിച്ച് അവർക്ക് വിജയിപ്പിക്കാനായിട്ടില്ല. എന്നാൽ ഉദ്യോഗ സ്ഥലങ്ങളിൽ അഴിമതി പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയാനാവില്ല. ഞങ്ങൾ അതിനുവേണ്ടി വലിയ രൂപത്തിൽ പരിശ്രമിക്കുന്നുണ്ട്. ധാരാളം ജീവനക്കാർ അതിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ അങ്ങനെയല്ലാത്ത അപൂർവം ചില ആളുകൾ ഉണ്ടാവുമല്ലോ സാധാരണത്തിൽ. അവരെ തലവസരപ്പെടുത്തുന്നുണ്ടോ എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും അത് ബോധപൂർവമാണോ അല്ലയോ എന്നെല്ലാം പരിശോധിക്കേണ്ടത് ഔദ്യോഗിക തലത്തിൽ തന്നെയാണ്. എന്തായാലും അങ്ങനെ ചില കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഒരു അംഗീകരിക്കേണ്ട കാര്യമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതാണ് ഈ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അതുമായി ബന്ധപ്പെട്ട് വാർത്താക്കുറിപ്പ് ഇറക്കി. മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയല്ല, ഇങ്ങനെയുള്ള രഹസ്യമായ രേഖകൾ ചോർത്തി പുറത്തേക്ക് പോകുന്നത് ഗൗരവമായ ഒരു വിഷയമാണ്. അത് അന്വേഷിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതൊരു മുന്നറിയിപ്പ് തന്നെയല്ലേ ഇത്തരക്കാർക്ക്? അതിൽ വളരെ വ്യക്തമായൊരു നിലപാട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. പരസ്യപ്പെടുത്താൻ കാരണം മറ്റൊന്നുമല്ല, മാധ്യമ സ്വാതന്ത്ര്യത്തെ എന്തോ ഹനിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന തികച്ചും തെറ്റായ പ്രചരണം. ഇന്ത്യ രാജ്യത്താകെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും കരുത്തോടെ പോരാടുന്ന പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നേരത്തെ കേന്ദ്ര ഗവൺമെൻറ് നിർബന്ധിതമായിട്ട് അടച്ചുപൂട്ടിയ ഓൺലൈൻ മാധ്യമമാണ് നമ്മുടെ പ്രിവ്യൂ ബ്രോഡ്കാസ്റ്ററുടെ മാധ്യമം. ആ മാധ്യമത്തിൻ്റെ ആളുകളെ ആ സ്ഥാപനം പുനഃസ്ഥാപിക്കാനും അതുപോലെ അതിൻ്റെ ആളുകൾക്ക് എല്ലാ സംരക്ഷണവും കൊടുക്കാനും മുന്നോട്ടേക്ക് വന്ന പാർട്ടി ഞങ്ങളുടെ പാർട്ടിയാണ്. അതുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും
അതിന് മുന്നിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ആ ഗുണം മാച്ച് കളയുന്നതിന് വേണ്ടിയിട്ടാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെ നിഹനിക്കുന്നു എന്ന രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചാരവേല. ഇതിൽ മാധ്യമങ്ങൾക്ക് ഏത് രംഗത്തു നിന്നും ഏത് സോഴ്സിൽ നിന്നും കാര്യങ്ങൾ സ്വീകരിക്കാനും സോഴ്സ് വെളിപ്പെടുത്താതിരിക്കാനുമുള്ള അവകാശം അവർക്കുണ്ട്. എന്നാൽ ആ അവകാശം ഉദ്യോഗസ്ഥന്മാർക്കില്ല. അവരുടെ കയ്യിൽ അവർ മാത്രം അറിയുന്ന ചില രേഖകൾ പുറത്തു പോകുന്നത് അത് അയാളുടെ സ്വാതന്ത്ര്യത്തിന് വിഷയമല്ല. മാധ്യമം കൊണ്ടുപോകുന്നു എന്നുള്ളതിലല്ല പ്രശ്നം, അതവർക്ക് കിട്ടുന്നു എന്നുള്ളതിലാണ്. അത് അന്വേഷിക്കുകയല്ലാതെ ഗവൺമെൻറ് എന്താ ചെയ്യാൻ വേണ്ടി കഴിയുക? അത് തീർച്ചയായിട്ടും അന്വേഷിക്കുകയും അത്തരം ശരിയല്ലാത്ത കോഡ് ഓഫ് കോണ്ടക്റ്റിനെതിരായിട്ട് അന്യായമായ നിലപാട് സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് കർശനമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പത്രക്കുറിപ്പിനകത്ത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഓഫീസ് പറഞ്ഞിട്ടുണ്ട്. അത് നടക്കേണ്ടതുമാണ്. എന്തായാലും മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഒരിക്കലും എതിര് നിൽക്കുന്ന പാർട്ടിയല്ല CPM എന്ന് വ്യക്തമാക്കുകയാണ് M. പ്രകാശൻ മാസ്റ്റർ. ഏതെങ്കിലും തരത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ പുറത്തു പോകുമ്പോൾ അത് അന്വേഷിക്കുക എന്നത് സർക്കാരിന്റെ ബാധ്യതയുമാണ്. അത് ആ വഴിക്ക് നടക്കും. ഉദ്യോഗസ്ഥരുടെ അഴിമതി ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ തുടരുകയും ചെയ്യും ഈ സർക്കാർ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിമർശനങ്ങൾ നടക്കുകയാണ്. വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് കള്ള വോട്ട് കട്ടെടുക്കുന്നു എന്നുള്ള പ്രചരണം നടത്തിക്കൊണ്ട് വലിയ തോതിലുള്ള പ്രചരണം നടക്കുന്നു. അപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിവാദങ്ങളൊക്കെ നടക്കുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ UDF ആക്ഷേപിക്കുന്നത് പോലെ വ്യാജ വോട്ടർമാരെ ചേർത്തുകൊണ്ടുള്ള ഒരു പരിപാടി LDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന് അവർ ആക്ഷേപിക്കുന്നുണ്ട്. ഇപ്പോൾ വ്യാപകമായി കോഴിക്കോടൊക്കെ 1 ലക്ഷത്തിലധികം വോട്ടർമാരുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചരണം ഇപ്പോൾ ശക്തമായി തന്നെ മുന്നോട്ടേക്ക് വരികയാണ്. എന്താണ് ആ കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട്? ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സ്റ്റേറ്റിലായാലും കേന്ദ്രത്തിലായാലും അവരുടെ നിഷ്പക്ഷത ഇപ്പോൾ സീതാദേവി അവർ പതിവ്രതയാണ് എന്ന് ജനങ്ങൾക്കാകെ ബോധ്യപ്പെടണം എന്ന് പറയുന്ന പോലെ മാധ്യമം യഥാർത്ഥത്തിൽ സ്വതന്ത്രമാണ്, ഈ പറയുന്ന കമ്മീഷൻ സ്വതന്ത്രമാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല അവർക്കുള്ളതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നത്? ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ നിഷ്പക്ഷത ഉറപ്പുവരുന്നതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ കൃത്യമായ നിലക്ക് അതിൻ്റെ ആളുകളെ തിരഞ്ഞെടുക്കുന്ന രീതി സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാണ് അതിനകത്ത് ഉണ്ടാവേണ്ടത്. അത് മാറ്റാൻ നിയമമുണ്ടാക്കി. എന്നിട്ട് പ്രധാനമന്ത്രിയും അമിത്ഷായും ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു നിലക്ക് കാര്യങ്ങൾ വന്നല്ലോ. അങ്ങനെയാണല്ലോ പുതിയ ഇലക്ഷൻ കമ്മീഷൻ വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്വീകരിച്ച നിലപാട് സാർവത്രികമായിട്ട് പരാതിക്കിടയായിട്ടുള്ളതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സ്ഥാനം ദുരുപയോഗിക്കുന്നു എന്നുള്ള ആക്ഷേപം എത്ര തവണ വന്നു? ഒരു തവണയെങ്കിലും പ്രധാനമന്ത്രിക്ക് പ്രത്യേകമായ പ്രിവിലേജൊന്നും ഇലക്ഷൻ കമ്മീഷൻ മുമ്പിലില്ല. ഒരു തവണയെങ്കിലും ഒരു നോട്ടീസ് അദ്ദേഹത്തിന് കൊടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല. ഒടുവിൽ വലിയ സമ്മർദ്ദം വന്നപ്പോൾ കൊടുത്തത് BJPയുടെ സെക്രട്ടറിക്കാണ്, അല്ലാതെ ഈ പറയുന്ന വ്യക്തിക്കല്ല. ഒരുപാട് ആക്ഷേപങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെട്ടപ്പോൾ ഇപ്പോൾ കൂട്ടിച്ചേർക്കലുകളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എണ്ണിയ വോട്ടും അതുപോലെ തന്നെ പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന പോളിങ്ങും തമ്മിലുള്ള വ്യത്യാസം വലിയ നിലക്കുള്ള അജഗജാന്തരം ഉണ്ടായപ്പോൾ അങ്ങനെയൊന്നും ഒരാക്ഷേപവും അന്വേഷിക്കാൻ സന്നദ്ധമായില്ല. ഇപ്പോൾ ബീഹാറിൽ തന്നെ 65 ലക്ഷം വോട്ടുകൾ തള്ളിക്കളഞ്ഞതായിട്ടുള്ള കാര്യം സംബന്ധിച്ച് ഇന്ത്യ സഖ്യം പരാതി കൊടുത്തു ഇലക്ഷൻ കമ്മീഷന്. ആ പരാതിക്ക് കടലാസിൻ്റെ വില പോലും കമ്മീഷൻ കൽപ്പിച്ചില്ല. ഒന്നുമില്ല എന്ന് പരിഗണിക്കുന്ന ഒരു നിലയുണ്ടായത്. ഇപ്പോൾ മുഴുവൻ പ്രസിദ്ധീകരിക്കാൻ ഇന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. പക്ഷേ കമ്മീഷൻ പരിഗണിച്ചില്ല, ഉത്തരവിട്ടിട്ടുണ്ട്. അവർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഇലക്ഷൻ കമ്മീഷൻ്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയോട് പറഞ്ഞത് ഞങ്ങളത് പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങളത് പറയേണ്ട കാര്യമില്ല. ആരെല്ലാമാണ് പുറത്താക്കിയത് എന്നുള്ളതിനോ ആ ലിസ്റ്റോ അതെന്ത് കാരണത്താലാണോ എന്ന് പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാധ്യതയില്ല എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അഡ്വക്കേറ്റിൻ്റെ വാദത്തെ നിരാകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി വിധി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന വിഷയം, ആ വിഷയത്തെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന കാര്യം എന്താ? അദ്ദേഹം ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ അഫിഡവിറ്റ് കൊടുക്കട്ടെ എന്നാണ്. അപ്പം അദ്ദേഹം കൂടി ഉള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സെലക്ഷൻ ബോഡി. രാഹുൽ ഗാന്ധി കൂടിയുള്ള ഇലക്ഷൻ ബോഡിയാണ് ഇദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപം സംബന്ധിച്ചാണ് പറയുന്നത്, നിങ്ങൾ അഫിഡവിറ്റ് കൊടുക്കണം, അഫിഡവിറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾക്കെതിരെ
ശിക്ഷാ നടപടി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് 1 കൊല്ലം തടവ്, മറ്റേ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ചിട്ട് 3 കൊല്ലം തടവ്. അതുണ്ടാകുന്നത് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ തങ്ങളുടെ നിഷ്പക്ഷത തെളിയിക്കാനല്ല അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലായാലും അതുപോലെ കേന്ദ്രത്തിലായാലും ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമാവണം. നിഷ്പക്ഷമാക്കാനുള്ള ചുമതല അവിടെ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾക്കുണ്ട്. അത് LDFനും ബാധകമാണ്. ഏതെങ്കിലും നിലക്ക് ആക്ഷേപങ്ങളുണ്ടെങ്കിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാം. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ണൂർ കോർപ്പറേഷൻ എന്നിട്ടാണല്ലോ. കോർപ്പറേഷനെ സംബന്ധിച്ച് അതിൻ്റെ ചുമതലക്കാരെന്നുള്ളതിലേക്ക് ഒരു പരാതി കൊടുത്ത ആളാണ് ഞാൻ. ഇവിടെ 16,000-ലേറെ അപേക്ഷകൾ കൊടുത്തിരിക്കുന്നു. ആ അപേക്ഷകൾ എങ്ങനെയാണ് പിന്നെ ഇവിടെ ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നത്? ഇലക്ഷൻ ചട്ടമനുസരിച്ച് അവിടെ ബന്ധപ്പെട്ട ആൾ നേരിട്ട് ഹാജരായി ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ കൊടുത്ത് വരേണ്ടതാണ് അവിടെ വോട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന കാര്യം. ഏതുപോലെ ട്രാൻസ്ഫർ വോട്ട് കൊടുത്താൽ അവിടെയുള്ള വോട്ട് തള്ളാനുള്ള അപേക്ഷ, ഇവിടെ താമസിക്കുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റ്, ഇതെല്ലാം കൊടുത്താൽ മാത്രമേ വോട്ട് വരികയുള്ളൂ. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? 100 കണക്കിന് വോട്ടുകൾ ഓരോ ഡിവിഷനിലും ഓരോ ബൂത്തിലും അനധികൃതമായിട്ട് ചേർക്കാൻ കൊടുത്തിരിക്കുകയാണ്. അതെല്ലാം ഈ പറയുന്ന കോർപ്പറേഷൻ ഓഫീസിനകത്തുള്ള ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് അതെല്ലാം വോട്ടായിട്ട് വരുത്തുകയാണ്. ആ കാര്യം സംബന്ധിച്ചാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. അപ്പോൾ വളരെ അന്യായമായ നിലക്ക് അത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്ന അനുഭവമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെയുള്ളത്. എവിടെയെങ്കിലും അത്തരം പരാതികൾ ന്യായമായിട്ടുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അത് പരിശോധിക്കണം, പരിഗണിക്കണം, ന്യായമായ തീരുമാനം അക്കാര്യത്തിൽ എടുക്കണം. സത്യസന്ധമായി ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്, സ്റ്റേറ്റ് ആയാലും കേന്ദ്രമായാലും എന്ന നിലപാടാണ് CPM-ന്റെ അക്കാര്യത്തിലുള്ളത്. ഈ കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നത് LDFന്റെ ഒരു പ്രസ്റ്റീജ് പോരാട്ടം കൂടിയായി മാറുകയാണ്. അപ്പോൾ LDF അതിശക്തമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്ന ഒരു ഭയത്തിൽ നിന്ന് വ്യാജ വോട്ട് ചേർക്കുന്ന നിലയാണോ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? കഴിഞ്ഞ തവണ UDFും LDFും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം വളരെ ചെറുതാണ്, 3000-ൽ താഴെയാണ് എല്ലാ സ്ഥലത്തുമുള്ള വോട്ടുകളുടെ എണ്ണം ചേർത്താൽ. അവിടെ ഞങ്ങളും അവരും തമ്മിലുള്ള രാഷ്ട്രീയ വ്യത്യാസം വളരെ വിദൂരത്തിലുള്ളതൊന്നുമല്ല. ഞങ്ങൾക്കിപ്പോൾ അവർക്ക് വേണ്ടി അവരുണ്ടാക്കിയ കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ, പക്ഷേ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി 50% സീറ്റുകൾ ഞങ്ങൾ നേടിയല്ലോ. ഞങ്ങൾ അവരുടെ ഒരു വിമതന സഹായത്തോടെ ആണെങ്കിലും 4 കൊല്ലക്കാലം ഭരിച്ചല്ലോ. ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം നല്ലതുപോലെ അവർക്കറിയാം. നല്ലതുപോലെ ഇടതുപക്ഷത്തിനെ ജയിച്ച് ഇവിടെ ഭരണം സ്ഥാപിക്കാനുള്ള എല്ലാ നിലയും ഈ കോർപ്പറേഷൻ ഉണ്ട് എന്ന് അവർക്ക് നന്നായിട്ടറിയാം. അതോടൊപ്പം തന്നെ ഈ 5 കൊല്ലക്കാലത്തെ ഭരണം ഒരു വികസന കാര്യം ചൂണ്ടിക്കാട്ടാനില്ലല്ലോ. എന്തെങ്കിലും ഒരു ജനങ്ങൾ ഇപ്പോൾ കേരള ഗവൺമെൻറ് എന്തെല്ലാം കാര്യം നടപ്പാക്കുന്നു. ഇപ്പോൾ വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് എടുത്തു കൊടുക്കുന്നു. ഈ കോർപ്പറേഷനകത്ത് അതിൻ്റെ സ്ഥലം പോലും എടുത്തോ, സ്ഥലം കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, എടുക്കാൻ വേണ്ടി പോലും സ്ഥാനത്തല്ലല്ലോ. ഇവിടെ ഇപ്പോൾ വീടുകളിൽ ചെന്ന് പ്രായമായവർക്കുള്ള വാതിൽപ്പടി സേവനം കേരളത്തിലാകെ നടപ്പാകുന്നു, ഇവിടെ നടപ്പാകുന്നില്ലല്ലോ. 1000 പേരിൽ 5 പേർക്ക് ജോലി കേരളത്തിലാകെ നടപ്പാകുന്നു, ഇവിടെ നടപ്പാകുന്നില്ലല്ലോ. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ധാരാളം കാര്യങ്ങൾ ഇവിടെ UDFൻ്റെതാണ് ഭരണം എന്നുള്ളതുകൊണ്ട് നടപ്പാക്കാൻ അവർ സന്നദ്ധമല്ല. നഷ്ടമുണ്ടാകുന്നത് UDFലും LDFലും പെട്ട പാവങ്ങൾക്കാണ്, മറ്റേ LDFന് മാത്രം നഷ്ടമല്ല. അത് അന്യായമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ആ അന്യായത്തെക്കുറിച്ച് ബോധ്യമുണ്ട് ആളുകൾക്ക്. ഇപ്പോൾ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടല്ലോ. ഞങ്ങൾ ഉന്നയിച്ച അഴിമതി ആരോപണം തികച്ചും ശരിയാണെന്നുള്ളതുകൊണ്ടല്ലേ അതിന് മേലെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേഷൻ ഭരണസമിതി തന്നെ തീരുമാനിച്ചത്. തീരുമാനമെടുത്തിട്ട് 6 മാസമായി. അന്വേഷിക്കാൻ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ലല്ലോ ഇതുവരെ കോർപ്പറേഷൻ. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ തെരുവുനായ ഇറങ്ങാൻ കഴിയുമോ? ടൗണിൽ എവിടെയെങ്കിലും തെരുവുനായയെ പിടിക്കുന്നതിന് വേണ്ടി എന്താ സംവിധാനം ഇവിടെയുള്ളത്? തെരുവുനായക്ക് വാക്സിനേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായൊരു സംവിധാനം ജില്ലാ പഞ്ചായത്ത്, ഇവരുടെ സ്റ്റാറ്റ്യൂട്ട് ഡ്യൂട്ടി അല്ലത്, പക്ഷേ അങ്ങനെ ഒരു സംവിധാനം ഇവരുണ്ടാക്കി. എന്താ കോർപ്പറേഷൻ അധികാരികൾ ചെയ്യുന്നത്? നായ പിടിക്കേണ്ട ചുമതല ജില്ലാ പഞ്ചായത്തിനാണ് എന്ന് പറയാൻ. അങ്ങനെ ഒരു ചുമതലയും ജില്ലാ പഞ്ചായത്തിന് ഇല്ലല്ലോ. പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് ഈ പട്ടിപിടുത്തത്തിൻ്റെ ചുമതല തദ്ദേശ സ്ഥാപനത്തിനാണ്, പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനുമാണ്. ആ ഞങ്ങളുടെ ചുമതലയല്ല, ജില്ലാ പഞ്ചായത്ത് ചെയ്യായിട്ടാണ് എന്ന് സ്ഥാപിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. എത്ര അന്യായമായ നിലക്കാണ് ഭരണം നടത്തിക്കൊണ്ട് പോകുന്നത് എന്നും ഈ ഭരണം നിലവിലുണ്ട് എന്നുള്ളതുകൊണ്ട് ഗവൺമെൻറ് നടപ്പിലാക്കുന്ന എന്തെല്ലാം ആനുകൂല്യങ്ങൾ തങ്ങൾ നഷ്ടമാകുന്നുണ്ട് എന്നുള്ളതും കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. അതിനു പുറമെ ഇവിടെ മറ്റൊരു സ്ഥാപനവും കാണിക്കാത്ത, ഇപ്പോൾ തദ്ദേശ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത അവിടെ പ്രതിപക്ഷമില്ല. പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് എല്ലാവരും ഭരണമാണ്. മേയറെ തിരഞ്ഞെടുക്കുന്നതും അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ തിരഞ്ഞെടുക്കുന്നതിൽ വോട്ടുണ്ടാവും. പക്ഷേ ഈ സംവിധാനത്തിൽ എല്ലാവരും ഉണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കകത്ത് അംഗങ്ങളില്ലാത്ത ഒറ്റ ആളുണ്ടാവില്ല, മെമ്പർമാരെല്ലാം അതിൽ അംഗമാണ്. എന്ന് പറഞ്ഞാൽ ഭരണ സംവിധാനമാണ്. പ്രതിപക്ഷ നേതാവില്ല, പഞ്ചായത്തിലുമില്ല, മുനിസിപ്പാലിറ്റിയിലുമില്ല, കോർപ്പറേഷനിലുമില്ല. കാരണം എനിക്കത് കൃത്യമായിട്ട് അറിയുന്നതെന്ന് പറഞ്ഞാൽ
ഞാനീ പറയുന്ന പുതിയ പഞ്ചായത്ത് രാജ് ആക്ട് ഉണ്ടാക്കുന്ന സമിതിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുള്ള ഒരാളാണ് ഒരുപാട് ദിവസങ്ങൾ. അതുകൊണ്ട് അത് ആ നിലക്ക് മനസ്സിലാക്കുന്നുണ്ടോ ഈ കോർപ്പറേഷൻ? ഇവിടെ LDFൻ്റെ കൗൺസിലർ ആണെങ്കിൽ അയാൾക്ക് ഒരു വിഹിതവും അനുവദിക്കില്ല, അയാളുടെ പദ്ധതികൾ ഒന്നും നടപ്പാക്കില്ല. ഇപ്പം തന്നെ എന്താ നില? UDFൻ്റെ കൗൺസിലർമാരുള്ള വാർഡുകളിൽ അനുവദിച്ച വർക്ക് അവരിപ്പോൾ യുദ്ധകാല അടിസ്ഥാനം നടത്തുകയാണ്. LDFൻ്റെ വാർഡിൽ പാസ്സാക്കിയ ഒരൊറ്റ പണിയും എടുക്കുന്നില്ല. പാസ്സാക്കുന്ന തന്നെ 10-1 മാത്രമേ LDFൻ്റെ കൗൺസിലർക്കുള്ളൂ. അതുപോലും നടപ്പിലാക്കുന്നില്ല. എന്തിനു വേണ്ടിയാ? ഈ കൗൺസിലർ ഒന്നിനും കൊള്ളില്ല എന്ന് ആളുകൾക്ക് ബോധ്യമാവണം. അതിനു വേണ്ടിയിട്ട് ഭരണത്തെ പോലും ദുരുപയോഗം ചെയ്യാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങളോട് ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് ശക്തമായി പറയും. അങ്ങനെ പറഞ്ഞാൽ ഭരണക്കസേര ലഭ്യമാവുക ലളിതമല്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അന്യപഞ്ചായത്തുകളിൽ നിന്ന് ഇഷ്ടം പോലെ ട്രാൻസ്ഫർ വോട്ട് ചേർക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം അവരെടുത്ത് ലീഗിൻ്റെ മുൻകൈയിൽ അതിപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളതിനെ നിയമപരമായി തന്നെ ചെറുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. എന്തായാലും കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം പിടിക്കുക എന്നത് LDFന്റെ ലക്ഷ്യമാണ്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ശക്തമായി തന്നെ LDF നടത്തുന്നുമുണ്ട്. കണ്ണൂർ കോർപ്പറേഷന്റെ വികസനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും സജീവമാണ്. കോർപ്പറേഷനിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, അഴിമതി ആരോപണങ്ങൾ ശക്തമായി തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് LDF. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ LDF അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യം കൂടിയാണ് ശക്തമായി LDF ഉന്നയിക്കുന്നത്. LDFും UDFും തമ്മിൽ കണ്ണൂർ കോർപ്പറേഷനിൽ വലിയ അന്തരമില്ല. ചെറിയ ചെറിയ വോട്ടുകൾക്കാണ് ഓരോ ഡിവിഷനും പരാജയപ്പെടുന്നത്. ഏതാണ്ട് പ്രകാശൻ മാസ്റ്റർ പറഞ്ഞതുപോലെ 3000-ലധികം വോട്ടിന്റെ മാത്രം വ്യത്യാസത്തിൽ. അപ്പോൾ എങ്ങോട്ടേക്കും മാറി മറയാം ആ ഫലം എന്നുള്ളത് വളരെ നിർണായകമാണ്. കണ്ണൂർ കോർപ്പറേഷൻ ഇത്തവണ LDF പിടിക്കും എന്ന് LDF ആവർത്തിക്കുന്നതും ആ ആത്മവിശ്വാസത്തിന്റെ ഫലത്തിലാണ്. കണ്ണൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പലവിധ ആരോപണങ്ങൾ വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട്. അതിങ്ങനെ ഒരു സ്തൂപം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോടികൾ ഇങ്ങനെ ചെലവഴിച്ച് ഇത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നീട് അത് തിരിഞ്ഞു നോക്കാത്ത ഒരു പ്രശ്നം, അത് ശരിക്കും ഏറ്റെടുക്കേണ്ടതല്ലേ LDF? ഞങ്ങൾ ആ വിഷയം സംബന്ധിച്ച് കോർപ്പറേഷൻ്റെ എല്ലാ ഡിവിഷനുകളിലും ഒരു ജാഥ നടത്തിയിട്ടുണ്ട്. 4 ദിവസക്കാലം ഞാനായിരുന്നു ആ ജാഥയുടെ ലീഡർ. അതിനുശേഷം ഞങ്ങൾ കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു സമരവും നടത്തുകയുണ്ടായി. യഥാർത്ഥത്തിൽ കണ്ണൂർ കോർപ്പറേഷനകത്ത് ഒരു ശ്രദ്ധേയമായ ഒരു വികസന പ്രവർത്തനം ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലമായിട്ട് നടന്നിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വലിയ വികസനമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷൻ ഓഫീസാണ്. കോർപ്പറേഷൻ ഓഫീസിൽ ഇതുവരെ ചെലവഴിച്ച സംഖ്യയിൽ ഒരു പൈസ പോലും കോർപ്പറേഷൻ്റെതല്ല, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതാണ്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ വക്താക്കളോട് കാണിക്കുന്ന നിലപാടെന്താ? ഇപ്പോൾ വലിയ താല്പര്യമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, ഇവിടുത്തെ MLA കടന്നപ്പള്ളി ഈ പ്രവർത്തനത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. പക്ഷേ എന്താ കോർപ്പറേഷൻ ചെയ്യുന്നത്? അദ്ദേഹത്തിന് ഡ്യൂ റെസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടി പോലും സന്നദ്ധമല്ല. അദ്ദേഹത്തെ നിർബന്ധമായി വിളിക്കേണ്ട സമയങ്ങളിൽ അവർ പ്രതിപക്ഷ നേതാവിനെയോ അല്ലെങ്കിൽ MPയോ ഒക്കെ വിളിച്ചിട്ട് കൊണ്ടുവരും. MPയെയോ പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നതൊന്നും ഞങ്ങൾക്ക് വിരോധമുള്ളതുകൊണ്ടല്ല. പക്ഷേ അത്തരമൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ സ്ഥലം MLAക്ക് ഒരു ഡ്യൂ റെസ്പെക്റ്റും ഒരു ഡ്യൂ പങ്കാളിത്തവും കൊടുക്കണ്ടേ? അതുപോലും കൊടുക്കുന്നില്ല. ഇവിടെ ഈ പറയുന്ന ഓഫീസിന് വേണ്ടിയിട്ട് ഏറ്റവും ഏറെ പാടുപെട്ട ആൾ ഇദ്ദേഹമാണ്. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സംസ്ഥാന ഗവൺമെൻറ് ആ സ്റ്റേഡിയം വികസിപ്പിക്കാനുള്ള പദ്ധതി ഇതിനു മുമ്പിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നിലക്കുമുള്ള ആലോചനയോ തീരുമാനമോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ എടുത്തില്ലല്ലോ. ഇപ്പോൾ ഈ പറയുന്ന മൾട്ടി ലെവൽ പാർക്കിംഗ് സെൻറ്റർ അസ്ഥിമഞ്ജനായി കിടക്കുകയല്ലേ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇവർ സന്നദ്ധമായോ? ഒരു നിലയിലും വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയല്ലാതെ പൂർത്തീകരിക്കുക അത് കോർപ്പറേഷൻ്റെ നിലപാടേയല്ല. അതുകൊണ്ട് തന്നെ ഒരു ശ്രദ്ധേയമായ വികസനവും ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലമായിട്ട് അവർക്ക് ചൂണ്ടിക്കാട്ടാനില്ല. എന്തെങ്കിലും കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് LDFൻ്റെ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതികളുടെ ഭാഗവും തുടർച്ചയാണ്. കണ്ണൂരിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്താണ് UDF ഭരണത്തിന് പറയാനുള്ളത്? സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം നടത്തിയെന്ന് അവർക്ക് അവകാശപ്പെടാനാവില്ല. അവകാശപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ കോർപ്പറേഷൻ കെട്ടിടത്തിൻ്റെ നിർമ്മാണമാണ്. ആ കെട്ടിട നിർമ്മാണത്തിൽ ഒരു പൈസ പോലും കോർപ്പറേഷൻ്റെതല്ല, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുൾപ്പെടെയുള്ള കോർപ്പറേഷൻ വൃത്തിയിലെ വികസനത്തിൽ വളരെ വലിയ താല്പര്യവും പങ്കുമാണ് സ്ഥലം MLA കൂടിയായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കടന്നപ്പള്ളി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ ന്യായമായ നിലക്ക് പരിഗണിക്കാൻ വേണ്ടി പോലും അവർ സന്നദ്ധമല്ല. ഇപ്പോൾ അദ്ദേഹത്തെ നിർബന്ധമായി വിളിക്കേണ്ടി വരുന്ന പദ്ധതികളുടെ പരിപാടികളിൽ അവർ ചെയ്യുന്നത് ഒന്നുകിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കും, അല്ലെങ്കിൽ MPയെ വിളിക്കും. അവരെ വിളിക്കേണ്ടതില്ല എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. പക്ഷേ അത്തരം പരിപാടികളിൽ ഒരു ഡ്യൂ റെസ്പെക്റ്റ്
MLA എന്നുള്ളതിലേക്ക് അദ്ദേഹത്തിന് കൊടുക്കാനൊരു ബാധ്യതയല്ലേ, അത് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ കേരള ഗവൺമെൻറ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് നവീകരണത്തിന് പണം അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ അത് സ്വീകരിക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു നടപടി അവരുടെ ഭാഗത്തു നിന്ന് അവർ സ്വീകരിക്കുന്നില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെൻറ് പണം അനുവദിക്കുന്നതാണല്ലോ ഈ പറയുന്ന പുനർഗേഹം, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് തീരദേശത്ത് നിന്ന് അല്പം മാറി അവർക്ക് ഫ്ലാറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന പദ്ധതി. എന്താ ഈ കോർപ്പറേഷൻ കാണിച്ചിരിക്കുന്ന താല്പര്യം? അതുപോലെ തന്നെ ലൈഫ് പദ്ധതിയിൽ സ്ഥലവും വീടുമില്ലാത്തവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കുക. അതിനുള്ള സ്ഥലം പോലും കണ്ടെത്താൻ ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ടും സന്നദ്ധമായിട്ടേ ഇല്ല. ശ്രദ്ധേയമായ നിലക്കുള്ള ഒരു മാറ്റവും വികസന മേഖലയിൽ ഈ കോർപ്പറേഷൻ ഭരണത്തിൻ്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടില്ല. അതേവസരം ജനകീയ പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായി തുടരുകയാണ്. ഇപ്പോൾ കണ്ണൂരിലെ പാർക്കിംഗ് വിഷയം, ഇപ്പോൾ ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞ സമയത്ത് നിന്ന് അരമണിക്കൂർ മാത്രം വൈകിയെത്തിയത് ഞാൻ ഇവിടെ കിടന്നിട്ടാണ്. ഈ കണ്ണൂർ നഗരത്തിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ട്രാഫിക്കിനടക്ക് കിടന്നിട്ടാണ്. എത്ര ഗുരുതരമായ ട്രാഫിക്കാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പരിഹരിക്കാൻ വേണ്ടിയാണല്ലോ നമ്മുടെ പോലീസ് ലൈനിൻ്റെ തൊട്ട് മുമ്പിലും അതുപോലെ തന്നെ SBIയുടെ നേരെ മുമ്പിലെല്ലാമായിട്ട് മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സെൻറ്റേഴ്സ് ആരംഭിക്കാൻ തീരുമാനിച്ചത്. അസ്ഥിപഞ്ജരമായി കിടക്കുകയല്ലേ. അതിൻ്റെ നടപടികൾ നീക്കുന്നതിന് എന്തെങ്കിലും താല്പര്യമെടുക്കുന്നുണ്ടോ ഇവർ? ഏതെങ്കിലും പ്രഖ്യാപിച്ച ഒരു പരിപാടി നടപ്പിലാക്കാനുള്ള എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് സഹായത്തോടു കൂടി പ്രഖ്യാപിച്ച ഒന്നാണ് നമ്മുടെ പഠനത്തോടുള്ള അമൃത് പദ്ധതി. അവിടെയുള്ള സ്വീവേജ് പ്ലാന്റ്. ആ സ്വീവേജ് പ്ലാന്റ് പ്രവർത്തിക്കുന്നുണ്ടോ? പ്രവർത്തിക്കുന്നില്ല. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാധാരണ സ്വീവേജ് പ്ലാന്റിൻ്റെ ഭാഗമായി കണക്ട് ചെയ്യേണ്ടതില്ലാത്ത ചില ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വേസ്റ്റ് അതിൻ്റെ കുഴൽ ഇതുമായി ബന്ധിപ്പിച്ച് എന്നിട്ട് അത് തോട്ടിലേക്ക് ഒഴുകുകയാണ്. അതിൻ്റെ ഫലം എന്താ? സ്വീവേജ് പ്ലാന്റ് നിർമ്മിച്ചത് പഠനത്തോട് നിവാസികളായിട്ടുള്ള ആളുകൾക്ക് മാലിന്യത്തെ രക്ഷപ്പെടാനാണ്. അവർ പഴയതിനേക്കാൾ വലിയ ദുരന്തം നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് സമരം നടന്ന കോർപ്പറേഷൻ മുമ്പിൽ അന്വേഷിക്കാനോ നടപടിയെടുക്കാനോ അവരുണ്ടോ? ഇപ്പോൾ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര പേരെയാണ് തെരുവുനായ കടിച്ചത്? അത് സംബന്ധിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇപ്പോഴും അവർ സന്നദ്ധമാവുന്നുണ്ടോ? ഏറ്റവും ഒടുവിലാണ് ഒരു ചെറിയ കേന്ദ്രം, ഈ നായകളെ പോറ്റാനുള്ള ഒരു കേന്ദ്രം കണ്ടെത്തി അവിടെ ചുരുക്കം ചില നായകൾ പിടിച്ച് അവിടെ ആക്കിയത് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ്. അപ്പോൾ തികഞ്ഞ നിരുത്തരവാദിത്വം, ഒരു കാരണവശാലും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത നിരുത്തരവാദിത്വമാണ് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. സാധാരണഗതിയിൽ ഈ എഞ്ചിനീയറിംഗ് പ്രവൃത്തികളെക്കുറിച്ച് അറിയുന്നവർക്കറിയാം, എസ്റ്റിമേറ്റിന് മേലെ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് അത്യപൂർവമായ സംഗതിയാണ്. ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ ഒരു വർക്ക് പാസ്സാക്കി എന്തെങ്കിലും റിവൈസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ചെയ്യുക ടെൻഡറിന് മുമ്പ് അത് റിവൈസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ വർക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള റിവിഷനാണ്. ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ റിവൈസ് ചെയ്യും. നിങ്ങൾ പരിശോധിക്കുക, ഈ കോർപ്പറേഷനകത്ത് നടന്നിരിക്കുന്ന ഈ പറയുന്ന മരാമത്ത് പ്രവൃത്തികൾ 90% വർക്കും നടക്കുന്നത് റിവൈസ്ഡ് എസ്റ്റിമേറ്റിലാണ്. എപ്പോഴാണ് റിവൈസ് ചെയ്യുന്നത്? റിവൈസ് ചെയ്യുന്നത് കോൺട്രാക്ടർക്ക് കൊടുത്തതിന് ശേഷമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് വർദ്ധിപ്പിക്കില്ല. കോൺട്രാക്ടറുടെ താല്പര്യത്തിനൊത്ത് എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തി കൊടുക്കും. ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ ഉണ്ടാകുന്ന മാറ്റം ചെറുതൊന്നുമല്ല. ഞാൻ 8 കൊല്ലം പഞ്ചായത്ത് പ്രസിഡൻറ്റും 5 കൊല്ലം ബ്ലോക്ക് പ്രസിഡൻറ്റുമായിട്ട് അനുഭവത്തെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ മണ്ണെടുക്കണം, ഒരു 1/2 ഇഞ്ച് മണ്ണെടുക്കാൻ തീരുമാനിച്ചാൽ ലക്ഷങ്ങളുടേതാണ് അതിലുണ്ടാകുന്ന വർധന. അപ്പോൾ ഇവിടെ 90% വർക്കുകളും എടുക്കുന്നത് റിവൈസ്ഡ് എസ്റ്റിമേറ്റിലാണ്. അത്ഭുതകരമായ കാര്യം, ആ റിവിഷൻ എല്ലാം നടക്കുന്നത് ഇവിടെ കോൺട്രാക്ടർക്ക് വർക്ക് കൊടുത്തതിന് ശേഷമാണ്. ഇത് പരിശോധിച്ചാൽ ഇത് നല്ല താല്പര്യത്തോടെ അല്ല എന്നുള്ള കാര്യം പറയാൻ വേണ്ടി കഴിയും. അപ്പോൾ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നിയമാനുസൃതമായി നടത്തുന്ന കാര്യത്തിലും ഒരു ശ്രദ്ധയോടുകൂടി അല്ല കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള ആക്ഷേപം നല്ലതുപോലെ ഉയർന്നു വരുന്നുണ്ട്. അവിടെയും തങ്ങൾ ആക്ഷേപരഹിതരാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ചുമതല കോർപ്പറേഷനുള്ളതാണ്. ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പലതവണ സമരം നടത്തി. ഇപ്പോൾ നമുക്കറിയാലോ, വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയം. അവിടെ അത് നേരത്തെയുള്ളതിൻ്റെ പണം പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു കോർപ്പറേഷൻ ഭരണസമിതി. പിടിച്ചെടുത്തോ? പിടിച്ചെടുത്തത് മാത്രമല്ല, അതിന് നോട്ടീസ് പോലും അയച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ അധികം പൈസ കൊടുത്തു പോയിരുന്നെന്ന് അത് പിടിച്ചെടുക്കാനാണ് കൗൺസിൽ തീരുമാനം വന്നിട്ട് 6 മാസം കഴിഞ്ഞു. ഇന്ന് വരെ അവർക്ക് നോട്ടീസ് അയച്ചില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കടുത്ത നിലക്കുള്ള അതൃപ്തി ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം പഠിക്കുന്ന, പരിശോധിക്കുന്ന, മനസ്സിലാക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് അവർ കോൺഗ്രസ് ആവട്ടെ ലീഗ് ആവട്ടെ അവർക്കുൾപ്പെടെ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അവരുടെ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ഈ കാര്യങ്ങൾ ഞങ്ങളുമായിട്ട്
പങ്കിടുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം കൊണ്ടാണ് കോർപ്പറേഷൻ ഭരിക്കാൻ UDF യോഗ്യരല്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നത്. ഒരു വാർഡ് കൂടി വർദ്ധിക്കുകയാണ്. അപ്പോൾ അതിർത്തികളിലൊക്കെ വലിയ മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ഈ അതിർത്തികളൊക്കെ മാറുന്നത് ഏത് തരത്തിലാണ്? LDFന് ഏതെങ്കിലും തരത്തിൽ ഗുണകരമാകുന്നുണ്ടോ? അതിലും ചില പരാതികൾ LDFനുണ്ട് എന്ന് ഞങ്ങൾ അത് സംബന്ധിച്ച് ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പല സന്ദർഭത്തിലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പഴയ കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന പ്രദേശങ്ങളിൽ അവിടെ ഈ പറയുന്ന പോലെ ചെറിയ വോട്ടിന് വാർഡാണ്. എന്നാൽ ഇടതുപക്ഷത്തിന് നല്ലതുപോലെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ അഞ്ചരക്കണ്ടിയുടെ ഭാഗമായിട്ട് വരുന്ന, അതുപോലെ ചേലൂർ ഉൾപ്പെടെ വരുന്ന, അതുപോലെ നമ്മുടെ ഇളയാവൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വരുന്ന ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള വാർഡുകളിൽ അവിടെ ഉള്ള ഏവറേജ് വോട്ട് ഇവിടെയുള്ളതിനേക്കാൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ തന്നെ ഞങ്ങൾ ഉന്നയിച്ച ഒരു വാദം, ഞങ്ങൾ അതിൻ്റെ മേലെ കൃത്യമായ നിലക്കുള്ള ഓരോ വാർഡുകളെ സംബന്ധിച്ച് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൻ്റെ മാപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ടത് കുറവ് വോട്ടുകൾ മാത്രമുള്ള പഴയ കണ്ണൂർ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന വാർഡുകളിൽ ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു വാർഡ് കുറക്കണം. അപ്പുറത്തെ ഭാഗത്ത് ജനസംഖ്യ കൂടുതലാണ്, അവിടെ ഒരു വാർഡ് വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്താ ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ആ പറയുന്ന എല്ലാ പരാതികളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഞങ്ങൾ കൊടുത്ത എല്ലാ രേഖകളും തള്ളിക്കളഞ്ഞ് ഒടുവിൽ ഈ പറയുന്ന 10% അധികമോ 10% കുറവോ വരാം എന്നുള്ള നിലക്കുള്ള ഒരു നിലയുണ്ടല്ലോ, അത് വെച്ചിട്ട് ഇവിടെയുള്ള കോർപ്പറേറ്റ് സെക്രട്ടറി എഴുതി കൊടുത്തു, ഇത്രയേ വ്യത്യാസമുള്ളൂ, 10% വ്യത്യാസം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് LDF തന്നിരിക്കുന്ന ഈ നിർദ്ദേശം പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്നൊരു നിലയാണുള്ളത്. ഞങ്ങൾക്കത് സംബന്ധിച്ച് കടുത്ത അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങളെ കാര്യം കമ്മീഷൻ മുമ്പിൽ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്, അതുപോലെ പരസ്യമായ നിലക്ക് ഞങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പണ്ട് സാമൂതിരി പറഞ്ഞ പോലെ, ഈ സാമൂതിരി മുമ്പ് അദ്ദേഹം രാജാവായിരിക്കുന്ന കാലത്ത് ഇഷ്ടംപോലെ കുരുമുളക് വള്ളി ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നില വന്നു. അപ്പോൾ കൃഷിക്കാരെല്ലാം ചേർന്നിട്ട് സാമൂതിരി രാജാവിനെ കണ്ടു, അവരിങ്ങനെ ഞങ്ങളുടെ വള്ളിയെല്ലാം കൊണ്ടുപോവാണ്, അപ്പോൾ ഭാവിയിൽ നമ്മുടെ കുരുമുളകിന് ആവശ്യക്കാരുണ്ടാവില്ല, അവിടെ ഇഷ്ടംപോലെ കുരുമുളക് ഉണ്ടായാൽ എന്നെല്ലാം പറഞ്ഞപ്പോൾ സാമൂതിരി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് അവർക്ക് കുരുമുളക് വള്ളിയല്ലേ കൊണ്ടുപോകാൻ കഴിയും, തിരുവാതിര ഞാറ്റുവേല അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ, അവിടെ നിങ്ങൾ ഭയപ്പെടേണ്ട, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ്. അതുപോലെ ഞങ്ങൾക്കും പറയാനുള്ളത്, ജനങ്ങളുടെ മനസ്സ് വിഭജിക്കാനൊന്നും ഇവർക്കാവില്ല. നിങ്ങൾക്ക് അതിന് വിഭജിക്കാം, എന്നിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കൃത്യമായി ശ്രമിക്കാം, പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ വിഭജിക്കാനൊന്നും നിങ്ങൾക്കാവില്ല. അതുകൊണ്ട് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഏതെല്ലാം നിലക്ക് ആ രൂപത്തിൽ ഈ പറയുന്ന വാർഡുകളെല്ലാം വിഭജിക്കാനുള്ള നീക്കം നടത്തിയിട്ടുണ്ടെങ്കിലും അതിൽ വലിയ സമ്മർദ്ദമാണ് UDF അവിടെ ചെലുത്തിയിട്ടുള്ളത്. അവിടെയുള്ള ഈ ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരെല്ലാം അവിടെയുള്ള കോർപ്പറേഷൻ ഓഫീസിലെ ആളുകൾ തന്നെയാണല്ലോ, അപ്പോൾ വലിയ സമ്മർദ്ദം അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞങ്ങൾക്ക് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധ്യതയുമുള്ള ഒന്നായി തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷൻ നിൽക്കുന്നത് എന്നാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ പുറത്ത് UDF നേതാക്കൾ പറയുന്നത് LDFന് അനുകൂലമായി ഇങ്ങനെ വെട്ടിമുറിക്കൽ നടത്തി എന്നുള്ളതാണ്. ഞങ്ങളുടെ പരാതി ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചായിട്ടോ പറയട്ടെ. ഞങ്ങളുടെ പരാതി ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഇവിടെയുള്ള മേഖലക്കകത്ത് ഒരു ഡിവിഷൻ കൂടുകയും അപ്പുറത്തെ ഡിവിഷനകത്ത് 2 ഡിവിഷൻ കുറയുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതിന് പകരം ഇവിടെ ഡിവിഷനേ കൂടിയില്ല, അവിടെ ഒരു ഡിവിഷൻ കൂടി. എന്താ ന്യായം? ഞങ്ങൾ ഇതിൻ്റെ ഡിവിഷൻ കണക്കാക്കിയിട്ട് കൃത്യമായ നിലക്ക് മാപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട്. ആവറേജ് ഈ പറയുന്ന എണ്ണത്തിൽ തന്നെ അത് സ്വീകരിച്ചു എന്ന് പറയട്ടെ. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ ഹിയറിങ്ങിൽ ഞങ്ങൾ കൊടുത്ത പരാതിയുണ്ട് ഈ പറയുന്ന കാര്യത്തെ വെച്ചുകൊണ്ട്. അതിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ മാപ്പും ഉണ്ട്, അത് സ്വീകരിച്ചില്ലല്ലോ. അതിൻ്റെ മേലെയാണ് സെക്രട്ടറി ഒടുവിൽ കൊടുത്ത മറുപടി, ഇത് ഇവരുടെ പരാതി സ്വീകരിക്കേണ്ട കാര്യമില്ല, കാരണം 10% വ്യത്യാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് വലിയ വ്യത്യാസമുണ്ടെന്ന് പറയാൻ കഴിയില്ല, അവിടെ LDFൻ്റെ പരാതി സ്വീകരിക്കേണ്ടതില്ല. ഇത് കഴിഞ്ഞ ആദ്യത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ PK രാഗേഷിന്റെ ഒരു പിന്തുണയോടുകൂടിയാണ് LDF ഭരണത്തിലേക്ക് വന്നത്. പിന്നീട് കോൺഗ്രസിലേക്ക് തന്നെ പോയ PK രാഗേഷ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിപക്ഷമായാണ് PK രാഗേഷിനെ നമ്മൾ കോർപ്പറേഷനിൽ കാണാറുള്ളത്. ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൽ നിന്ന് മാറി അല്ലെങ്കിൽ കോൺഗ്രസ് സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ വീണ്ടും PK രാഗേഷുമായി ഏതെങ്കിലും തരത്തിലുള്ള സഖ്യത്തിലേക്ക് LDF പോകാനുള്ളൊരു സാധ്യത ഉണ്ടോ? PK രാഗേഷ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ ജയിച്ച കോൺഗ്രസ് കൗൺസിലറാണ്. അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കയ്യാങ്കളി വരെ എത്തിയ പല സന്ദർഭങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാഗേഷ് ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്ന കൗൺസിലർ എന്നുള്ള നിലക്ക് തന്നെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് ഇപ്പോൾ കോൺഗ്രസ്സുകാരായിട്ടുള്ള പല ആളുകളും ലീഗിൻ്റെ പല ആളുകളൊക്കെ ഉണ്ടാകും, അവരോടൊക്കെ ഞങ്ങളെടുക്കുന്ന ഒരു നിലപാട്,
ഞങ്ങളുടെ രാഷ്ട്രീയം പരസ്യമായ നിലക്ക് അംഗീകരിച്ചുകൊണ്ട് പരസ്യമായിട്ട് മുന്നോട്ടേക്ക് വരാൻ അവർ സന്നദ്ധമായാൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ വാതിലുകൾ കൊട്ടിയടച്ചിട്ടൊന്നുമില്ല. കോൺഗ്രസ്സുകാരാവട്ടെ ലീഗുകാരാവട്ടെ അവർ ഞങ്ങളുടെ രാഷ്ട്രീയം സ്വീകരിക്കാൻ മുന്നോട്ടേക്ക് വന്നാൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ആലോചിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥമാണ്, ഞങ്ങളത് ആലോചിക്കും. അതല്ലാതെ ഇപ്പോഴത്തെ ഒരു നിലയിൽ നിന്ന് അവിടെ ഒരു ബാർഗെയിനിങ് ഉള്ള ഒരു കരുത്ത് വർദ്ധിപ്പിക്കാൻ എന്നുള്ള നിലക്കുള്ള ശ്രമങ്ങളെ ആ നിലക്ക് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പലരും LDFുമായി ഇങ്ങനെ രഹസ്യ ചർച്ചകളൊക്കെ നടക്കുന്നതായി ഇങ്ങനെ പറയുന്നുണ്ട്. വലിയ രീതിയിൽ കോൺഗ്രസിനെയും അത് അങ്കലാപ്പിലാക്കുന്നുണ്ട്. ആളുകളൊക്കെ ധാരാളം വരാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? കോൺഗ്രസിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പടലപിണക്കങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവർ എത്ര നേതാക്കന്മാരാണ് ഈ കഴിഞ്ഞ ഒരു 3 കൊല്ലക്കാലം കൊണ്ട് പ്രധാന അറിയപ്പെടുന്ന നേതാക്കന്മാർ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത്. ഈ ജില്ലയിലും അനുഭവമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഈ രാഷ്ട്രീയം ഈ നാടിന് ഗുണകരമല്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് കോൺഗ്രസിനകത്തുണ്ട്. പിന്നെ അതിൻ്റെ വരുംവരായികളെ സംബന്ധിച്ച് എല്ലാം ആലോചിക്കുന്നതുകൊണ്ടായിരിക്കാം അവർ പരസ്യമാതിലേക്ക് വരാത്തത്. ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ജനകീയ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന ആളുകൾക്ക് ഞങ്ങളുടെ വാതിലുകൾ ഒരിക്കലും അടക്കാറില്ല. ഞങ്ങളുടെ വാതിൽ അതിന് തുറന്നു തന്നെ ഇരിക്കും. ആ നിലക്ക് പരസ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വരുന്ന ആളുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തുറന്ന മനസ്സോടെ ഞങ്ങൾ എല്ലാ കാലത്തും സന്നദ്ധമായിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ അതിന് സന്നദ്ധമാണ്. ഈ തുടർ ഭരണത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങൾ കണ്ണൂരും അഴീക്കോടുമാണ്. UDFിൽ നിന്നും പിടിച്ചെടുത്ത 2 മണ്ഡലങ്ങൾ LDF. അത് നിലനിർത്തുക എന്നത് LDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാണ്. അപ്പോൾ ഈ കണ്ണൂരും അഴീക്കോടും അത് ഇനി കൈവിട്ടു പോകില്ല എന്ന് ഉറപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ അടിത്തറ ഈ മണ്ഡലങ്ങളിൽ LDFിനുണ്ടായിട്ടുണ്ടോ? ഇന്ന് അഴീക്കോടിൻ്റെയും കണ്ണൂരിൻ്റെയും ഒരു ശാക്തിക നില എടുത്തു പരിശോധിച്ചാൽ ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ നടപടികളും നയങ്ങളും ഒരു MLA എന്നുള്ള നിലക്ക് നടപ്പിലാക്കാൻ നടത്തിയിട്ടുള്ള നീക്കങ്ങൾ അഴീക്കോട് മണ്ഡലത്തിൽ സാർവത്രികമായ സ്വീകാര്യത LDFിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇവിടെ ആവട്ടെ, ഇപ്പോൾ നമുക്കെല്ലാം അറിയാം, ഈ മണ്ഡലത്തിലെ MLA എന്നുള്ള നിലക്ക് കടന്നപ്പള്ളി വഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്ക്, അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകാര്യത LDFിനെ നല്ലതുപോലെ ആളുകളിൽ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം നേരത്തെ തന്നെ നമ്മൾ ജയിച്ച മണ്ഡലമാണ് ഈ 2 മണ്ഡലവും, നേരത്തെ ഉള്ളതിനേക്കാൾ വലിയ സ്വീകാര്യത ഈ 2 മണ്ഡലത്തിലും LDFിൻ്റെ MLAമാർ കൂടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നിങ്ങൾ കാണുന്നത്. അനായാസേന ഈ 2 മണ്ഡലങ്ങളും LDFിന് ഇത്തവണ ഞങ്ങളുടേതാക്കി മാറ്റുന്നതിന് ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾ കാണുന്നത്. എന്തായാലും 3ാം വട്ടവും LDF, അതിലൊരു തർക്കവുമില്ല. ഒരു തർക്കം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവും ഏറ്റവും കൂടുതൽ സീറ്റുമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മൾ നേടിയത്. അന്ന് ഞങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള കോലാഹലങ്ങൾ നിങ്ങളുടെയെല്ലാം മനസ്സിലുണ്ടാവും. 2 കൊല്ലക്കാലം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തന്നെ അധിക്ഷേപിച്ച് അവമാനിക്കാൻ എന്തെന്തു നീക്കങ്ങൾ സംഘടിതമായി നടന്നു കേരളത്തിൽ. ഇവിടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ഈ മാധ്യമങ്ങൾ തന്നെ വായിക്കുന്നവർ കാണുന്നവരുമാണ്. പക്ഷേ അവർക്ക് ആ മാധ്യമങ്ങളുടെ പ്രചാരവേലിയിൽ വിശ്വാസമില്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് അവർ വലിയ ഭൂരിപക്ഷത്തോടെ വലിയ സീറ്റുകൾ നൽകിക്കൊണ്ട് LDFിനെ തിരഞ്ഞെടുത്തത്. ജനങ്ങൾ കാര്യങ്ങൾ കാണുന്നത് മാധ്യമങ്ങളുടെ കണ്ണിലൂടെ മാത്രമല്ല, അവരവൻ്റെ അനുഭവത്തിൽ കൂടിയാണ്. അങ്ങനെ ആലോചിക്കുന്ന ഏതൊരു മലയാളിക്കും ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെൻറ് LDF ഗവൺമെൻറ് ആണെന്ന് നിസ്സംശയമായും പറയാൻ വേണ്ടി കഴിയും. ഞങ്ങളുടെ കരുത്തിൻ്റെ ആത്മവിശ്വാസം അതിലാണ്, ജനങ്ങളിലാണ്. തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു 3ാം ഊഴം കേരളത്തിൽ ആവർത്തിക്കാനാവും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിചാരിക്കുന്നത്. അത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ നിഷേധിക്കാൻ ആർക്കും സാധ്യമാവുന്ന ഒന്നല്ല. ആ സർക്കാരിനെ നയിക്കാൻ പിണറായി ഉണ്ടാകുമോ? പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗോവിന്ദ മാഷ് സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലക്ക് ആ കാര്യത്തിൽ പാർട്ടി നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് എന്ന കാര്യം പരസ്യമായിട്ട് പാർട്ടി അത് അമാന്തിച്ചിട്ടില്ല. കൃത്യമായ നിലക്ക് തന്നെ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പിണറായി വിജയൻ എന്ന ആ നേതാവ്, അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി അത് വലിയ രീതിയിൽ സംസ്ഥാനത്തിന് ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ വട്ടമിട്ട് ആക്രമിക്കാൻ ഇവരെല്ലാം മുന്നോട്ടേക്ക് വരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ള വിഭാഗീയത പരിഹരിക്കുന്നതിൽ ഞങ്ങൾക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. അതിന് സഖാവ് പിണറായി നൽകിയിട്ടുള്ള നേതൃത്വം
അത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാവുന്ന ഒന്നല്ല. അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഇടപെടലാണ് കേരളത്തിലെ പാർട്ടിയുടെ ഐക്യം കാത്തുസൂക്ഷിക്കുന്നതിൽ നിർണായകമായ പങ്ക് ഉണ്ടാക്കിയതെന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള സംഗതിയാണ്. കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രത്യേകത, വളരെ കാലം പാർട്ടി സെക്രട്ടറി എന്നെല്ലാമുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് തന്നെ നേരിട്ട് പരിചയമുള്ള ആളെന്നുള്ള നിലയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ അദ്ദേഹം കാണിക്കുന്ന ജാഗ്രത, നിലപാടുകളിൽ അദ്ദേഹം കാണിക്കുന്ന കാർക്കശ്യം, അതുപോലെ തന്നെ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന പ്രാവീണ്യം, അതെല്ലാം അനിതര സാധാരണമാണ്. പിന്നിട്ട് പോയ 9 കൊല്ലക്കാലമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അത് ദൃശ്യമാണ്. തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും പരിശോധിച്ചുകൊണ്ടാണ് അദ്ദേഹം തീരുമാനമെടുക്കുക. കാര്യങ്ങളുടെ സൂക്ഷ്മാംശങ്ങൾ ഇത്രയേറെ കൃത്യമായി മുൻകൂട്ടി മനസ്സിലാക്കി തീരുമാനം എടുക്കുന്ന നേതാക്കൾ അത്യപൂർവമാണ്. ഇപ്പോൾ അവിടെ മന്ത്രിസഭയുടെ ഭാഗമായി തന്നെ കുറച്ചു കാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള നിലക്ക് എനിക്ക് കാര്യം വളരെ കൃത്യമായിട്ട് അറിയാം. സൂക്ഷ്മാംശങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനങ്ങളിലേക്ക് എത്താനുള്ള അനിതര സാധാരണമായ പ്രാവീണ്യം, ആ തീരുമാനമെടുത്താൽ നിശ്ചയദാർഢ്യത്തോടെ നടപ്പാക്കുമെന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി, അത് നടപ്പാക്കുന്നുണ്ടോ എന്ന പരിശോധന സമയബന്ധിതമായി, ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു നേതാവാണ് ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വം അദ്വിതീയമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ കീഴിലാണ് കേരളത്തിന് ഈ നേട്ടങ്ങൾ ഉണ്ടാക്കാനായത് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒന്നായിരിക്കുമെന്നതിൽ എനിക്ക് യാതൊരു തർക്കവും. വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് എം പ്രകാശൻ മാസ്റ്റർ നമ്മളോട് സംസാരിച്ചത്. ആ ആത്മവിശ്വാസത്തിന്റെ പിൻബലം സംസ്ഥാനത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, പിണറായി വിജയൻ എന്ന കരുത്തുറ്റ നേതാവ്. വീണ്ടും പിണറായി കാലം കേരളത്തിൽ ഉണ്ടാകും എന്ന് CPM പ്രഖ്യാപിക്കുന്നത് ആ ആത്മവിശ്വാസത്തിൻ്റെ, അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ പിൻബലത്തിൽ കൂടിയാണ്. പിണറായി വിജയൻ എന്ന നേതാവ് കേരളത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ അത് ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല. എത്ര തന്നെ ആക്രമിച്ചാലും കേരള ജനത ആ നേതാവിൻ്റെ കരുത്ത് തിരിച്ചറിയും എന്ന് ഈ പാർട്ടി വിശ്വസിക്കുന്നുണ്ട്. CPM ഒരിക്കലും ഏതെങ്കിലും ഒരു നേതാവിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പിണറായി വിജയൻ എന്ന നേതാവ് ആ പാർട്ടിയുടെ എല്ലാമായി മാറുമ്പോൾ അത് ഒരു ആത്മവിശ്വാസത്തിൻ്റെ, കരുത്തിൻ്റെ പ്രതീകം തന്നെയായി മാറുകയാണ്. അത് തന്നെയാണ് പ്രകാശൻ മാസ്റ്റർ നമ്മളോട് തുറന്നു പറഞ്ഞിട്ടുള്ളതും. 3ാം വട്ടവും പിണറായി സർക്കാർ. ഈ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ അവർ തെരഞ്ഞെടുപ്പിനെ നേരിടും, അത് വിജയം കാണും എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അതിനോടൊപ്പം കണ്ണൂർ കോർപ്പറേഷൻ അടുത്ത തവണ LDF പിടിച്ചിരിക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്നതും പ്രകാശൻ മാസ്റ്ററാണ്. നമ്മുടെ കണ്ണൂരിലെ CPMന്റെ ഓരോ ചലനവും അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സജീവമായി തന്നെ നമ്മളോടൊപ്പം ഉണ്ടാകാറുമുണ്ട്. ചാനൽ ചർച്ചകളിലൊക്കെ CPMന്റെ നാവായി നിൽക്കുന്ന എം പ്രകാശൻ മാസ്റ്ററാണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പ്രതികരിച്ചത്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ഈ ആഴ്ചത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. അപ്പോൾ താങ്ക് യു.